ഒരു സംഗീത സംവിധായകൻ കൂടെ ഇപ്പം ജയേട്ടനെ ഓർക്കുന്നു, പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദീപക് ദേവ്. എൻ്റെ പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ജനത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ പാട്ട് സ്വയംവര ചന്ദ്രികയാണ്, ക്രോണിക് ബാച്ചറിലെ. അപ്പം സ്വയംവര ചന്ദ്രിക പാടിയ ജയേട്ടനും എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിലും വളരെ വളരെ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉള്ളൊരു വ്യക്തിയാണ്. കാണുമ്പോൾ നമുക്ക് വളരെ സ്റ്റിഫായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹത്തിനോട് അടുക്കുമ്പം അദ്ദേഹം വളരെ ഇന്നസെൻറ്റും വളരെ സിമ്പിൾ, വളരെ എന്താ പറയുക, ഈ ഹോളോ ആണ് ആൾ. കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു റിസർവ്ഡാന്നൊക്കെ വിചാരിക്കും. അടുത്ത് കഴിയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. വളരെ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു 10-15 വർഷം മുമ്പേ എൻ്റെ ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അതിൽ എല്ലാ സിംഗേഴ്സിനെയും, അതുവരെ എനിക്ക് പാടിയിരിക്കുന്ന എല്ലാ സിംഗേഴ്സും ആ സ്റ്റേജിൽ ഫീച്ചേർഡ് ആവുകയാണ്. അതൊരു ചാരിറ്റി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോഷണൽ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് നമ്മൾ എല്ലാ സിംഗേഴ്സും വൈറ്റ് ഡ്രസ്സിൽ വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് പറഞ്ഞത്. അപ്പോൾ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, പിന്നെ പല സിംഗേഴ്സും എല്ലാവരും വന്ന് അവിടെ കറക്റ്റായിട്ട് വൈറ്റ് ഡ്രസ്സിലെത്തി. ജയേട്ടൻ വന്നപ്പോൾ മാത്രം പച്ച ഷർട്ട്, ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ളൊരു ഷർട്ടിലാണ് വന്നത്, പരിപാടിയല്ലേ ഷർട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും ചേട്ടനെ നോക്കി. അപ്പോൾ ഞാനും ചേട്ടൻ എന്താ ഇത് പച്ച? അപ്പോൾ പുള്ളി പറഞ്ഞു പച്ചയല്ലേ, അല്ല എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വൈറ്റ് ആയിരുന്നല്ലോ ചേട്ടാ. അത് നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ മറന്നു പോയതോ, ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ പച്ചയിൽ വന്നു. നമ്മൾ പച്ചയിൽ, ഞാൻ മാത്രം പച്ചയിലായിരിക്കും, ബാക്കി എല്ലാവരും വെള്ളയായിരിക്കും. ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, ഒരേ ചാരിറ്റിക്കുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഒരേ മാതിരി ഇരിക്കണം. അപ്പോൾ പുള്ളി എപ്പോഴത്തെയും പോലെ ആദ്യം കുറച്ച് വാശി പിടിച്ചിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഞാൻ ഇന്ന് പച്ചയിലാണ് ഞാനുണ്ടാവുക. ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിക്കൊക്കെ വളരെയധികം ടെൻഷൻ വന്നു തുടങ്ങി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം. അപ്പം കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടും അവിടുത്തെ ഒരു വൈബ് കുറച്ച് ഡാർക്കായി തുടങ്ങി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം. എല്ലാ സിംഗേഴ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ശിവകുമാർ ഒരു കാര്യം ചെയ്യും, അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് പോയിട്ട് 2 ഷർട്ട് വാങ്ങും. ഇപ്പോൾ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി, നടക്കില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശിവകുമാർ 2 ഷർട്ട് സൈസ് 40 എന്ന് പറഞ്ഞപ്പം ജയേട്ടനോട് തന്നെ ഇല്ല എൻ്റെ സൈസ് 42 എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുന്നതും എല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾക്കാർ പൊട്ടിച്ചിരിച്ചു. കാരണം ഇത്രയേ ഉള്ളൂ ചേട്ടൻ വെറുതെ നമ്മളെ ഒരു പ്രഷർ കയറ്റാനായിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്, ഓക്കെ ഒരു ഷർട്ട് വേണമെങ്കിൽ വേറൊരു ഷർട്ട് വാങ്ങിച്ചിടാം. പക്ഷേ നമ്മളുടെ വെറുതെ ഒരു ടെൻഷൻ പിടിപ്പിക്കുന്നതിലൊരു രസം, അത് ഭയങ്കര. അന്ന് എല്ലാവരും ആ പൊട്ടിച്ചിരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം എന്തൊരു ശുദ്ധനാണ് അകത്ത് എന്ന്. അപ്പോൾ അതൊക്കെയാണ് ജയേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്.